വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് സർക്കാർ വീണ്ടും അധികാരത്തിലെത്തിയതോടെ കേരളത്തിന്റെ തീരപ്രദേശത്തെ കോടികൾ വിലമതിക്കുന്ന ധാതുമണൽ സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കം തുടങ്ങി. 2003 എ.കെ. ആന്റണിയും ഇത്തരം നീക്കം നടത്തിയിരുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യയിലെ പ്രമുഖ വ്യവസായ ഗ്രൂപ്പുമായി ബാംഗ്ലൂരിൽ നടത്തിയ ചർച്ചകൾക്ക് പിന്നിൽ എന്താണ് തെളിയിക്കുന്നതെന്നാണ് ഇപ്പോഴത്തെ നീക്കം. 2003 എ.കെ. ആന്റണി അധികാരമേറ്റ ശേഷമാണ് ആലപ്പുഴ ജില്ലയുടെ തീരപ്രദേശത്ത് കരിമണൽ ഖനനത്തിന് സ്വകാര്യ കമ്പനിക്ക് അനുമതി നൽകിയത്. അന്ന് ഇതിനെതിരെ വി.എം. സുധീരനും എം.എ. ബേബിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ നേതാക്കൾ പ്രതിഷേധ സമരങ്ങൾ നടത്തിയിരുന്നു. തീരദേശ മേഖലയിൽ ബഹുജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ മനുഷ്യച്ചങ്ങല വരെ സംഘടിപ്പിച്ചു. സമരം ശക്തി പ്രാപിച്ചതോടെ സർക്കാരിന് നിലപാടിൽ മാറ്റം വരുത്തേണ്ടി വന്നു. ഇതിനുശേഷം ഇപ്പോൾ വി.ഡി. സതീശൻ അധികാരത്തിലെത്തിയതോടെ തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെയുള്ള തീരദേശ മേഖലയിൽ വൻകിട സ്വകാര്യ കമ്പനികൾക്ക് കരിമണൽ ഖനനം നടത്തുന്നതിനുള്ള അനുമതി നൽകാനാണ് നീക്കം. കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ സതീശൻ ഇത് ശരിവെക്കുകയും ചെയ്തു. ഉറപ്പായിട്ട് പ്രൈവറ്റൈസ് ചെയ്യണമല്ലോ, അതെല്ലാം പ്രൈവറ്റൈസ് ചെയ്യണം. എല്ലാത്തിലും ചെയ്യേണ്ടി വരുമല്ലോ, തീർച്ചയായിട്ടും ചെയ്യേണ്ടി വരും. പ്രൈവറ്റൈസ് ചെയ്യേണ്ടി വരും. സമുദ്രനിരപ്പിൽ നിന്നും താഴ്ന്ന സ്ഥിതി ചെയ്യുന്ന ഏറെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ നേരിടുന്ന കുട്ടനാട് അടക്കമുള്ള കാർഷിക മേഖലയുടെ തകർച്ചയ്ക്ക് തന്നെ ഇത് കാരണമാകുമെന്നാണ് ഈ മേഖലയിലെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. അങ്ങനെ ഒരു നീക്കം സർക്കാർ നടത്തിയാൽ അത് ആത്മഹത്യാപരമാണെന്നും ഇവർ പറയുന്നു. ഭദ്രമായിട്ട് സംരക്ഷിക്കപ്പെടേണ്ട പ്രദേശമാണ് നമ്മുടെ തീരദേശം. അവിടെ നിന്ന് മണലെടുക്കുക എന്ന് പറയുന്നത് ആത്മഹത്യാപരമാണ്. അവിടെ വിലയേറിയ വിഭവങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ അത് സൂക്ഷ്മതയോടെ, വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ്. നമ്മൾ യഥാർത്ഥത്തിൽ പറയും, നമ്മുടെ തീരത്തെ സംരക്ഷിക്കാനുള്ള വഴി മണൽ തിട്ടകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. കൃത്രിമമായി മണൽ തിട്ടകൾ ഉണ്ടാക്കിക്കൊണ്ട് കടലാക്രമണത്തെ പ്രതിരോധിക്കുന്നതിനെ പറ്റി പറയുമ്പോഴാണ് ഉള്ള മണൽ നമ്മൾ വാരി മാറ്റുന്ന ഖനനം വഴിയിലോട്ട് നമ്മൾ നീങ്ങുന്നത്. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകുന്നതിന് മുൻപ് ചാർട്ടേഡ് വിമാനത്തിൽ മംഗളൂരിൽ പോയതും ഇന്ത്യയിലെ തന്നെ പ്രമുഖ വ്യവസായ ഗ്രൂപ്പിൻ്റെ പ്രതിനിധികളുമായി ചർച്ച നടത്തിയതും തീരദേശ മേഖല ഉൾപ്പെടുന്ന തുറമുഖ വകുപ്പ് കൈവിടാതെ സൂക്ഷിച്ചതിനും പിന്നിൽ മാധ്യമങ്ങൾ ഉന്നയിച്ച ചില സംശയങ്ങൾ ശരിവെക്കുന്നതാണെന്ന് ഇപ്പോൾ തെളിയുകയാണെന്ന്. ഇതാണ് പുതിയ ധവളപത്രത്തിലൂടെ നടപ്പാക്കാൻ ലക്ഷ്യം വയ്ക്കുന്നത്. ഷാജഹാൻ, കൈരളി ന്യൂസ്, ആലപ്പുഴ.